ക്ഷേത്രത്തിന്റെ ഉത്സവം അതിലെ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്നു. സൗകര്യങ്ങളുടെ പരിമിതി, അതിനാവശ്യമായിട്ട് എല്ലാവരും ചേർന്ന് സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചുള്ള ഒരു സെമിനാറാണ്. ടൂറിസം സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടുള്ള ഗുണം പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ പരിമിതികളും. ഒരു സൈഡിൽ റിസർവ് ഫോറസ്റ്റാണ്, വെസ്റ്റേൺ ഫോറസ്റ്റ് കുറച്ചുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അനുമതിയോടുകൂടി അവിടെ കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിമിതിയെ കുറെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. മുതൽ കൊട്ടൂർ വരെയുള്ള സമാന്തര പാതയാണ് സ്കീം പ്രകാരം 3.5 മീറ്റർ വീതിയിലാണ്. 3.5 മീറ്റർ പോരാ. ശരിക്കും ആ റോഡെല്ലാം ഒരു 10-12 മീറ്റർ വീതിയിൽ ഏറ്റെടുത്ത് അഭിവൃദ്ധിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സെൻട്രലൈസ്ഡ് വൈഫൈ സംവിധാനം ഒരുക്കി കൂട്ടേണ്ടതും അത്യാവശ്യമാണ്. മറ്റൊന്ന്, ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം ക്യൂ ബാരിക്കേഡിൽ നിൽക്കേണ്ടി വരുന്നതിനാൽ ബാരിക്കേഡ് ആധുനികവൽക്കരിച്ച് തിരിക്കുവാനുള്ള സംവിധാനങ്ങളും ഷെൽട്ടറോട് കൂടിയ ക്യൂ കോംപ്ലക്സും നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. റോഡ് വളരെ അപകടാവസ്ഥയിലാണ്. റോഡ് ഒരിക്കലും നന്നാക്കിയാൽ നന്നാവുന്നില്ല. ഈ കയറ്റമായതിനാൽ കുട്ടിയിൽ വൈശാഖ മഹോത്സവം എന്ന് പറയുമ്പോൾ കുട്ടിയിൽ പഞ്ചായത്തിന് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ ആകെയുള്ള ഒരു വലിയ ഉത്സവം. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന ഓരോ ചലനവും നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു പ്രദേശമാണ് തവിഞ്ഞാലും വയനാടും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നേരത്തെ സംസാരിച്ച എല്ലാ ആളുകളും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതുകൂടി അവരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മാതൃഭൂമിയെയും ഗ്രാമീൺ ബാങ്കിനെയും മുക്തകണ്ഠം പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ്. ദീർഘവും ഉദ്ദിഷ്ടപരവുമായ യാത്രയാണ് ഈ കൊട്ടിയൂർ അമ്പലം ക്ഷേത്രം. ഇതുപോലത്തെ ഒരു പിൽഗ്രിമേജ് സെന്ററാണ്. ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളെ നമ്മളൊക്കെ അറിയാം. ഓരോ വർഷവും ഉത്സവത്തോട് കൊട്ടിയൂർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാതൃഭൂമിയും ഗ്രാമീൺ ബാങ്കും സംഘടിപ്പിക്കുന്ന സെമിനാറാണ് ഇവിടെയുള്ളത്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്, പേരാവൂരിലെ മണത്തണ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറെ കഴിഞ്ഞ വർഷം 40 ലക്ഷത്തോളം ഭക്തജനങ്ങൾ വന്നു എന്നാണ് ദേവസ്വം അധികൃതർ അവകാശപ്പെടുന്നത്. പക്ഷെ ആ 40 ലക്ഷം ഭക്തജനങ്ങളിൽ എത്ര ഭക്തന്മാർക്ക് കൃത്യമായ മാനസിക സംതൃപ്തി കിട്ടിയിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അധികൃതർ പരിശോധിക്കണം. കേരളത്തിന് വെളിയിലേക്കും സഞ്ചരിക്കാൻ ഒരു സമാന്തര തുരങ്കപാത നമുക്ക് ഉണ്ടാക്കിക്കൂടാ. താമരശ്ശേരി ചുരത്തിന് സമാന്തരമായ തുരങ്കപാത വരുന്നെങ്കിൽ നമ്മുടെ അത്യുത്തര കേരളത്തിലെ ജനങ്ങൾക്ക് ബാധിക്കാനുമായി ബന്ധപ്പെടുന്നതിനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ടൈറ്റിൽ ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒന്നെന്ന നിലയിൽ എല്ലാ പഞ്ചായത്തുകളും റിക്വസ്റ്റ് ചെയ്ത് ഒരു പൈസ പോലും അവർ വാങ്ങിക്കാതെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ വരുന്നുണ്ട്. അതിന് ദേവസ്വം ബോർഡിൽ നല്ല സഹായം ചെയ്തിട്ട് നടക്കുന്ന കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ഈ മെയ് മാസം 20-നുള്ളിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് അവിടെ ടാർ ചെയ്യാൻ നടക്കുമോ? 1. 2, അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്, അതിനകത്ത് വെള്ളമില്ല, പൈപ്പ് മുഴുവൻ പൊട്ടിക്കിടക്കുകയാണ്. ഈ വെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ മുമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിലുള്ളത് നമ്മൾ ഈ പറയുന്ന ദീർഘകാലവും ഇതുവരെ നടക്കാതെ അടിയന്തര പ്രശ്നങ്ങളും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ ബന്ദികളാക്കപ്പെടുന്ന നമ്മൾ കൊട്ടിയൂർ മുതലും കൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി 2-3 കാര്യം മാത്രമാണ് സത്രമായി നമ്മൾ ശ്രദ്ധിക്കാൻ എനിക്ക് പറയാനുള്ളത്.